അസ്സലാമലൈക്കും. 7ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 1 മുതൽ 8 വരെയുള്ള പാഠഭാഗങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻപ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ പുസ്തകം തുറന്നു പിടിക്കുക. ചോദ്യം പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പാഠം 7. എഹ്തികാഫ് എന്നാൽ എന്ത്? നിസ്കാരത്തിന്റെ റുമാനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഹ്തികാഫ്. ഒന്നുകൂടി നോക്കാം. നിസ്കാരത്തിന്റെ റുമാനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഹ്തികാഫ്. സുന്നത്തുള്ള കാര്യം തന്നെയാണ്. എപ്പോഴാണ് എഹ്തികാഫിന്റെ പ്രതിഫലം ഇരട്ടിയാവുന്നതും കൂടുതലൊക്കെ ആവുന്നത് എപ്പോഴാണ്? ഇഹ്തികാഫിന് പ്രതിഫലമുണ്ട്, പക്ഷെ എപ്പോഴാണ് കൂടുതൽ ഉള്ളത്? ഇഹ്തികാഫിന് പ്രതിഫലം കൂടുതൽ ഉള്ളത് റമളാനിൽ അതിന്റെ പ്രത്യേകം ഇരട്ടിക്കപ്പെടും. റമളാനിൽ അതിന്റെ പ്രതിഫലം ഇരട്ടിയാകും റമളാൻ നോമ്പില്. അതുപോലെ തന്നെ റമളാൻ അവസാനത്തെ 10-ൽ പ്രത്യേകിച്ചും റമളാൻ അതിന്റെ പ്രതിഫലം ഇരട്ടിയാകും. റമളാന്റെ അവസാന 10-ൽ പ്രത്യേകിച്ചും ഇരട്ടി ആവുന്നതാണ്. എഹ്തികാഫിന് നിയ്യത്ത് പുതുക്കേണ്ടതില്ല. എപ്പോൾ? കാലം നിർണയിക്കാതെ എഹ്തികാഫിൽ പ്രവേശിച്ചവൻ മടങ്ങാൻ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറപ്പെടുകയും മടങ്ങി വരികയും ചെയ്താൽ നിയ്യത്ത് പുതുക്കേണ്ടതില്ല. അപ്പോ നിയ്യത്ത് പുതുക്കേണ്ട എപ്പോഴാണ് ചോദ്യം കൂടെ പറയാം. കാലം നിർണയിക്കാതെ എഹ്തികാഫിൽ പ്രവേശിച്ചവൻ മടങ്ങാൻ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറപ്പെടുകയും മടങ്ങി വരികയും ചെയ്താൽ നിയ്യത്ത് പുതുക്കേണ്ടതില്ല. എഹ്തികാഫിന് തുടർച്ചയായി നിയ്യത്ത് ചെയ്തവന് എന്തെല്ലാം ചെയ്യാൻ പറ്റും? മലമൂത്ര വിസർജനം, നിർബന്ധമായ കുളി, നജസ് നീക്കൽ, ഭക്ഷണം കഴിക്കൽ മുതലായവക്ക് പുറത്തു പോകുന്നതിന് വിരോധമില്ല. അപ്പം എഹ്തികാഫിന് എന്തൊക്കെ പുറത്തു പോകാൻ വിരോധമില്ലാത്ത കാര്യങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ തുടർച്ചയായി എഹ്തികാഫിന് നിയ്യത്ത് ചെയ്തവൻ മലമൂത്ര വിസർജനം, നിർബന്ധമായ കുളി, നജസ് നീക്കൽ, ഭക്ഷണം കഴിക്കൽ മുതലായവക്ക് പുറത്തു പോകാൻ വിരോധമില്ല. എഹ്തികാഫ് പുണ്യമായ ഇബാദത്ത് ആണ്. അതെ, എഹ്തികാഫ് വളരെ പുണ്യമായ ഇബാദത്ത് തന്നെ ആണ്. ഈ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു അറബി ഉണ്ട്. അത് എന്താ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വമിൻ ഇഹ്തികാഫ യൗമൽ ഇബ്തിആഹ വജ്ഹില്ലാഹി തആല ജഹലല്ലാഹു ബൈനഹു വബൈനൻ നാരി സലാസ ഹനാവിഖ അബ്ഹദ മിമ്മാ ബൈനൽ ഹാഫിഖൈനി അൽ ഹാഫിഖാനി വൽ മശ്രിഖു വൽ മഗ്രിബു. അടുത്ത് വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നതാണ്, ഫിൽ മുഹ്തഖഫി ഹുവ യഹ്തിഫു ദുനൂബ വയഹ്സഹ ലഹു കഹാമിലി അൽ അസനാത്തി കുല്ലിഹ മഹന്തു യഹ്തിഫു യംനഹു. അപ്പം നമ്മൾ ഈ പാഠത്തിന്റെ ഒക്കെ അറബിയും അർത്ഥവുമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതില് അറബിയും അതിന്റെ അർത്ഥവും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, പള്ളിയിൽ പ്രവേശിക്കുന്നവൻ എന്തെല്ലാം ചെയ്യണം? അപ്പൊ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്? വലത് കാൽ മുന്തിക്കുക. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഗ്ഫിർ ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലുക. ദുനിയാവിയായ സംസാരം ഒഴിവാക്കുക എന്നിവയ്ക്ക് സുന്നത്താണ്. അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ എന്തെല്ലാം?
ഒന്നുകൂടെ പറയാം. വലതുകാൽ മുന്തിക്കുക. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വതഹ്ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലുക. ദുന്യാവിയായ സംസാരം ഒഴിവാക്കുക എന്നിവയ്ക്കുള്ള സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഇനി പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം? അപ്പൊ പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ളതും പള്ളിയിൽ പ്രവേശിക്കുന്നതും രണ്ടെണ്ണുണ്ട്. അപ്പൊ ഇത് ചിലപ്പോ കൂട്ടി കലർത്തി കൊടുക്കാണ്ടാവും, എന്നിട്ട് അതിൽ നിന്ന് വേർതിരിച്ച് വെക്കാൻ ഉണ്ടാവും. അപ്പൊ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇടതുകാൽ മുന്തിക്കലും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വതഹ്ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലുക സുന്നത്താണ്. അപ്പൊ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്തുള്ള കാര്യങ്ങൾ എന്താണ്? പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള സുന്നത്തുള്ള കാര്യങ്ങൾ എന്താണ്? ഇതെല്ലാം ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പാഠം 9 ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും.